പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വചനജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്നത് ദൈവമായ നമ്മുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ആഴത്തിൽ ദൈവം നമുക്ക് തരാൻ പോകുന്ന കാര്യങ്ങളാണ്. അതിലപ്പുറമായിട്ടും ദൈവം നമുക്ക് പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നമ്മൾ എന്തു ചോദിച്ചാലും കർത്താവ് തരും, മുട്ടിയാൽ തുറക്കും, ചോദിച്ചാൽ ലഭിക്കും, എല്ലാം പറയാം. അങ്ങനെ ഒരു ചിന്ത വെച്ച് ധ്യാനിക്കുമ്പോൾ സംഖ്യാപുസ്തകം 21-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. ദൈവത്തിനും മോശയ്ക്കും എതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേൽ വളരെ പേര് മരിച്ചു. പ്രിയമുള്ളവരെ, ചോദിച്ചാൽ ലഭിക്കുന്ന കർത്താവാണെങ്കിൽ, മുട്ടിയാൽ തുറക്കുന്ന കർത്താവാണെങ്കിൽ ഇവിടെ എന്താ ചെയ്തത്? കാര്യമുണ്ട്. എത്രമാത്രം ദൈവം മോശയും കരുതലും അത്ഭുതങ്ങളും ഒക്കെ ഈ ജനത്തോട് ചെയ്തിട്ടും ഇസ്രായേൽക്കാർ ദൈവത്തിന് മോശയ്ക്കെതിരെ പരാതി പറയുകയായിരുന്നു. അവരുടെ തുടർച്ചയായ അനുസരണക്കേടിൻ്റെയും വിശ്വാസമില്ലായ്മയുടെയും അനന്തരഫലമായി സർപ്പങ്ങളെ അവരെ ഉപദ്രവിക്കാൻ ദൈവം അനുവദിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മൾ മത്തായി സുവിശേഷം 9-ാം അധ്യായം, മത്തായി സുവിശേഷം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ മുതൽ വായിക്കുന്നുണ്ട്. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായി നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. പ്രിയമുള്ളവരെ, ഈ രണ്ട് ഭാഗത്തും ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നായി നമുക്ക് വേണ്ടി കാണാം. പക്ഷെ ആദ്യ ഭാഗത്ത് കിട്ടിയില്ല. രണ്ടാമത്തെ ഭാഗത്ത് സുവിശേഷം വായിക്കാൻ എന്താണിത്? ചോദിച്ചാൽ അപ്പം തരും. ഇനി ചോദിച്ചാൽ അപ്പം തരുമെന്ന് പറയാൻ വേണ്ടി, എന്ത് ചോദിച്ചാൽ കർത്താവ് തരും എന്ന് പറയാൻ വേണ്ടി കർത്താവ് പറഞ്ഞത് എന്താണിത്? മാതാപിതാക്കളുടെ സ്നേഹത്തെ പറ്റി പറയുകയാണത്. വീണ്ടും പറയുമുള്ളവർ, തമ്പുരാൻ്റെ ചില മെത്തേഡുണ്ട്. 2 വൈരുദ്ധ്യങ്ങളെ ചേർത്ത് വെച്ച് തമ്പുരാന് പറയാനുള്ള കാര്യം പ്രോജ്വലിപ്പിക്കുക, പങ്കുവയ്ക്കുക എന്ന കാര്യം. അപ്പം കല്ല്, പാമ്പ്, മത്സ്യം, അങ്ങനെയൊക്കെ 2 വിരുദ്ധങ്ങൾ പറയും. ഇതിലൂടെ കർത്താവ് എന്താ ആഗ്രഹിക്കുന്ന അറിയാമോ? തമ്പുരാൻ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കൂല്ലെങ്കിൽ അപ്പം തന്നെ കൊടുക്കുമെങ്കിൽ, എന്നിട്ട് കർത്താവ് പറയുകയാണിത്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അത്രമാത്രം കൊടുക്കുന്നുവെങ്കിൽ ഞാൻ അത്രമാത്രം അധികമായിട്ട് തരികയില്ല എന്ന് കർത്താവ് പറയുകയാണ്. വലിയ സന്തോഷത്തിൻ്റെ വാഗ്ദാനത്തെ ഒന്നാണ്. എങ്കിൽ നമുക്ക് പ്രിയമുള്ളവരെ, ഈ ദിവസം മുഴുവനും ഈ വചനങ്ങളുടെ യോഗ്യതയാൽ തമ്പുരാൻ്റെ ചോദിക്കാം. തമ്പുരാൻ തന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ കേട്ട വചനഭാഗത്ത് യേശു തൻ്റെ മക്കൾക്കായി കരുതുന്ന ദൈവത്തിൻ്റെ നന്മയുടെയും വിശ്വസ്തയുടെയും സ്വഭാവത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. സംഖ്യാപുസ്തകത്തിലോ ഇസ്രായേൽക്കാരുടെ സാഹചര്യം, വ്യവസ്ഥകൾക്കായുള്ള അഭ്യർത്ഥനയോട് നേരിട്ട് പ്രതികരിക്കുന്നതിന് പകരം അനുസരണക്കേടും മത്സരത്തോടുമുള്ള ദൈവത്തിൻ്റെ പ്രതികരണം ഉൾപ്പെടുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ സ്നേഹം ആഴമായി മനസ്സിലാക്കാൻ വേണ്ടി മാതാപിതാക്കളുമായി ദൈവസ്നേഹം കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് എത്രമാത്രം ദൈവം ആഴപ്പെട്ട് നമ്മൾ സ്നേഹിക്കുന്നു എന്ന്. മാതാപിതാക്കളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ദൈവിക നന്മയുടെ ചെറിയ തുള്ളി ഇത്രയും ഉപകാരം ഉണ്ടാക്കുന്നുവെങ്കിൽ അതെന്താ അർത്ഥമാക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലേക്ക്, മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ ഒരു തുള്ളി ഒഴിച്ചു. അങ്ങനെ ഒരു തുള്ളി കൊണ്ട് മക്കളെ എത്രമാത്രം മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയാണ്, അങ്ങനെയാണെങ്കിൽ കരുണാസാഗരമായ ദൈവം എത്രമാത്രം സ്നേഹിക്കും. മാതാപിതാക്കൾ
അവർക്ക് ലഭിച്ച ദൈവസ്നേഹത്തെ ഒരു തുള്ളി കൊണ്ട് ഇപ്രകാരം പ്രവർത്തിക്കുന്നുവെങ്കിൽ കരുണാസാഗരമായ ദൈവത്തിൽ നിന്ന് ഒത്തിരി കാര്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഓർക്കുക പ്രിയമുള്ളവർ, ദൈവം നമ്മെ സ്നേഹിക്കുന്ന പോലെ നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നില്ല. നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം വളരെ വലുതാണെന്ന വസ്തുത കർത്താവ് കാണിക്കുമ്പോൾ അതിനേക്കാൾ ഒത്തിരി വലുതാണ് ദൈവത്തെ സ്നേഹമെന്ന് വെളിപ്പെടുവാൻ വേണ്ടി കർത്താവ് പറയുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മറക്കരുത്, ദൈവം സ്നേഹമുള്ള മാതാപിതാക്കളാണ്. ദൈവം ഒരു പിതാവിനിൽ ഏറ്റവും മികച്ച പിതാവാണ്, അമ്മയിൽ ഏറ്റവും മികച്ച അമ്മയാണ്. ദൈവം മാതാപിതാക്കളെക്കാൾ കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നു. സിയന്നായിലെ സെൻറ്റ് കാതറിൻ പറയുന്നൊരു കാര്യമുണ്ട്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടികളുടെ ശരീരം മാത്രം പോറ്റിയാൽ പോരാ, മൃഗങ്ങൾ പോലും ഇത് ചെയ്യുന്നു. എന്നാൽ മക്കളെ കൃപയിലും പുണ്യത്തിലും ദൈവത്തെ വിശുദ്ധ കൽപ്പനകളും പോഷിപ്പിക്കുകയും വേണം. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളോടുള്ള അനന്തപ്രദ താല്പര്യത്തിൽ ചിലത് ഞങ്ങൾക്കും തരണമേ. അങ്ങേ അറിയുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങളെ കുട്ടികളെ പ്രചോദിപ്പിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ, ശക്തിപ്പെടുത്തണമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ കരുണാസാഗരത്തിൽ മുങ്ങിത്താഴുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അനുവദിക്കണമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശ്വര ആശീർവാദം അച്ഛൻ തരാം. നമ്മുടെ കർത്താവായ ശമിശാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.